മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെന്നറിയോ? നമ്മളെ ഉത്തരം കിട്ടാത്ത അമ്മച്ചി. അപ്പോൾ അമ്മച്ചിനെ എനിക്കെതിരെയായിട്ട് പുതിയൊരു വീഡിയോ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അമ്മച്ചിക്ക് എല്ലാത്തിനുള്ള ഉത്തരം കിട്ടാറുണ്ട് പോലും. കൊച്ചു കള്ളി. എന്നിട്ട് ഇതുവരെ ഇത് എന്നോട് പറഞ്ഞില്ല. ഈ ഉത്തരം കിട്ടാത്ത ആ അമ്മച്ചി ഉണ്ടല്ലോ, ഇപ്പോൾ ഉത്തരം കിട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തത് കൊണ്ട് ഞാൻ കരുതി അതിനുള്ളൊരു മറുപടി അങ്ങ് കൊടുത്തേക്കാമെന്ന്. അപ്പോൾ ആ അമ്മച്ചി പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് വെച്ചാൽ ജസ്നയുടെ കുട്ടികളെ ചിലപ്പോൾ കൂട്ടാറുണ്ടാവുമായിരിക്കും, ഇപ്പം അവർക്ക് ഉണ്ടാവുമായിരിക്കും ആയി. അപ്പോൾ ജസ്ന പാർസൽ വാങ്ങിയിട്ട് കുട്ടികൾക്ക് വീട്ടിൽ ഫുഡ് കൊടുക്കാറുണ്ടായിരിക്കും, ഇപ്പം മായിരിക്കുമായി. ഇതുവരെ ജസ്ന കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാറില്ല എന്നായിരുന്നു ഉത്തരം കിട്ടാത്ത അമ്മച്ചി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അമ്മച്ചി പറയുന്ന ഉത്തരം എല്ലാത്തിനും കിട്ടുന്നുണ്ട്, ജസ്ന കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട് എന്ന്. എന്നതാ അമ്മച്ചി, ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക്. തലേ പേന്നറിഞ്ഞ് മുട്ട അടിച്ചപ്പോൾ എല്ലാം പോയോ? എന്നതാ അമ്മച്ചി പറയുന്നത്? അയ്യോ, എൻ്റെ വീഡിയോസ് ഒന്നും ഇനി അമ്മച്ചി എടുക്കൂല പോലും, അമ്മച്ചിക്ക് അത് ഇഷ്ടമില്ല പോലും. എന്നതാ അമ്മച്ചി, അങ്ങനെ പറയല്ലേ പ്ലീസ്. ദയവ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ അമ്മച്ചി. അമ്മച്ചി തമ്പിലൈൻ ഇടുന്നത് മറന്നുപോയോ? ഉടായിപ്പ് ജസ്ന എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എന്നിട്ട് ചേച്ചിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് അട്ട് പൊള്ളിയോ? എടി ഉത്തരം കിട്ടുന്നോളെ. ഈ ഇല്ലാത്ത കഥകൾ പറയുന്ന സമയത്ത് ആർക്കായാലും വിഷമം ഉണ്ടാവും. ഞാൻ നിന്റെ കുഞ്ഞുങ്ങളെ പറയാതിരുന്നത് എൻ്റെ മാന്യത. അതുകൊണ്ട് നീ എല്ലാത്തിനും കയറി കൊത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. എടുത്തിട്ട് പെരുമാറാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു കാലത്ത് തളർന്നു നിൽക്കുന്ന സമയത്തൊക്കെ നീയൊക്കെ കയറിയിട്ടായിട്ട് ഉഡായിപ്പ് താത്ത, ഹണി ട്രാപ്പ് താത്ത. നീ ഹണി ട്രാപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് എന്താണ് ഇത്ര തെളിവ്? നീ ആർക്കും പോയിട്ട് ഹണി ട്രാപ്പിന് നിന്റെ പേരിൽ കേസില്ല എന്നുള്ളതിന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നിന്റെ തെളിവ് ഞാൻ കൊണ്ടെത്തന്നാ നീ എന്ത് ചെയ്യും? ഉത്തരം കിട്ടുന്നോളെ. പറടി അമ്മച്ചി. ഇല്ലാത്ത കഥ ആർക്കും പറഞ്ഞുണ്ടാക്കാം. അത് വെച്ച് മക്കളെ വെച്ച് പറഞ്ഞ നിനക്ക് കേസും കൂട്ടവും പേടിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ നിന്നെ ഒന്ന് പേടിപ്പിച്ചേക്കാമെന്ന് കരുതി. ഏതായാലും മോന് ഒരു കോടതിയിൽ മൊഴി കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഉത്തരം കിട്ടുന്ന ചേച്ചിയുടേതും കൂടി അങ്ങ് കൊടുത്തേക്കാമെന്ന് കരുതി. ചേച്ചി പറയുന്നത് ചാച്ചിക്ക് കേസും കൂട്ടൊന്നും പേടിയില്ലെന്ന്. ഞാൻ വിചാരിച്ചു ചേച്ചി ഒരു നല്ലൊരു പുള്ളയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ കേസും കൂട്ടൊന്നും കൊടുക്കാതിരുന്നത്. കാരണം അന്ന് പേന്തലയല്ലായിരുന്നു. അന്ന് കണ്ടപ്പോൾ തോന്നി എനിക്കൊരു പാവം കുട്ടിയാണത്, ഭർത്താവ് പുറത്താണ് എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം 2 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് വളവളെ ചെല്ലുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞാനതങ്ങ് വെറുതെ വിട്ടേച്ചതായിരുന്നു. അപ്പരേ ചേച്ചി ദേ കിടന്ന് പിന്നെയും കൊത്തിക്കളിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വിട്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഈ തള്ളച്ചി എൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞതും പോരാഞ്ഞിട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നെ ചൊറിയാൻ വരിക. അപ്പം നമ്മൾ നിയമപരമായിട്ട് പോകുന്നതിൽ ഒരു തെറ്റും ഇല്ലല്ലോ. ഞാൻ അന്ന് SP പരാതി കൊടുക്കാൻ പോയ സമയത്തും ഞാൻ അന്ന് തലേ ദിവസം ആ സ്ത്രീ ഇട്ട വീഡിയോ സഹിതം ഞാൻ കണ്ടത്. നിരന്തരം എന്നെ ഫോളോ ചെയ്തിട്ട് ഈ സ്ത്രീ ഇങ്ങനെ അവഹേളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒരു സ്ത്രീയെ അവഹേളിച്ചാൽ വലിയ സെക്ഷനൊന്നും ഇല്ലെങ്കിലും അതിലേക്ക് ആ കുഞ്ഞുങ്ങളെ എടുത്ത് ഇട്ടത് ഉത്തരം കിട്ടുന്ന ചേച്ചി നിങ്ങൾ പെട്ടതാണ്. കാരണം ഒരു കാരണവശാലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല. അതറിയില്ലായിരുന്നോ ചേച്ചിക്ക്? ആരും പറഞ്ഞില്ലായിരുന്നോ ചേച്ചിയോട്? അപ്പോൾ അതിന് ചേച്ചിക്ക് കേസും കൂട്ടുമായിട്ട് പോകുന്നതിന് ചേച്ചിക്ക് ഒരു വിരോധമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കേസും കൂട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ വേണ്ടാന്ന് വെച്ചതായിരുന്നു. തുറന്നടിച്ച് പറയുന്നതിന് എന്താ, ആ പേന്തല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, പാവം ഉണ്ടാവും, പറഞ്ഞത് അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ മേ ബി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോയതായിരിക്കാമെന്ന്. അത് കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളമാണെന്നുള്ളത് ഒരു പ്രസവിച്ച സ്ത്രീക്കേ പറയാൻ പറ്റുള്ളൂ. ആ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അങ്ങനെ പറയാൻ ആ നാവ് പൊന്തൂലായിരുന്നു.
എന്നിട്ടോ വേറെ ആൾക്കാർ കുട്ടികളെക്കുറിച്ച് പറഞ്ഞപ്പം അത് വന്നിട്ട് കണ്ടൻ്റാക്കി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ ഉളുപ്പും മാനവും ആ സ്ത്രീക്കില്ല. എന്നിട്ട് അവർ പറഞ്ഞു എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടാറുണ്ട്, നിനക്ക് ഉത്തരം കിട്ടുന്നുണ്ടേ നിനക്ക് ഉത്തരം കൊടുക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഞാനായിട്ടുണ്ടാക്കി തരാം, അതല്ലേ അതിൻ്റെ ഒരില്ലത്. അതാകുമ്പം കുറച്ചും കൂടി നിനക്ക് ഉത്തരം മാക്സിമം എല്ലാത്തിനുള്ള ഉത്തരം കൊടുക്കേണ്ട ഒരു 10-15 ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ, നീ ബേജാറാവണ്ട, ഒരുപാടൊന്നും ഉണ്ടാവില്ല. അതിനുള്ള ചോദ്യങ്ങൾ ഞാൻ ഉണ്ടാക്കി തരാം. ഏതായാലും നീ വെല്ലുവിളിച്ചതല്ലേ, ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിട്ടില്ല വെച്ചാൽ മോശമല്ലേ ഉത്തരം കിട്ടുന്ന ചേച്ചിയെ. അപ്പോൾ അമ്മച്ചിക്ക് ഏതായാലും ഉത്തരം കിട്ടും പോലും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോന് നല്ല താല്പര്യമുണ്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ. കാരണം ആ ഉത്തരം കിട്ടുന്ന ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടോ ആവോ? ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് നിൻ്റെ കുട്ടികൾ ഈ വീഡിയോ കാണില്ലേ, അപ്പം അവർക്കതൊരു വിഷമമാവില്ലേ, ചിലപ്പം നിങ്ങളെ കുട്ടികൾക്ക് പാർസൽ വാങ്ങിക്കൊണ്ടുപോവാറുണ്ടാവും, എന്നാലും അവരത് കണ്ടാൽ അവർക്ക് വിഷമമാവില്ലേ. എൻ്റെ വീഡിയോ കണ്ടിട്ടായിരുന്നു ആ ഡേഷ് ചെയ്തതെങ്കിൽ ആ ഡേഷിന് നല്ല അസലായിട്ടറിയാം എൻ്റെ കുഞ്ഞുങ്ങൾ വയ്യേക്കുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറയാറുണ്ട്, തള്ളച്ചിയെ കേട്ടോ. അപ്പോൾ നിന്നെ ബോഡി ഷെയിം ചെയ്തു എന്ന് പറഞ്ഞ് നീ പോയി കേസ് കൊടുക്ക് ചെല്ലേ. നിൻ്റെ തലയിൽ പേന്നറിഞ്ഞിട്ട് നീ മുടി മുട്ടടിച്ച് എന്ന് പറഞ്ഞപ്പോൾ മത്തങ്ങ മുഖം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നീ പോയി കേസ് കൊടുക്ക്. അപ്പോൾ എന്നിട്ട് എൻ്റെ വീഡിയോ കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, മക്കളെൻ്റെ കൂടെയുണ്ട്, മോനെ മോളെ എന്ന് വിളിച്ച് ഞാൻ രണ്ടാളെ കൊണ്ടും സൗണ്ട് കേൾപ്പിക്കാറുണ്ട്. ഫേസ് കാണിപ്പിക്കാൻ ഇതേപോലെയുള്ള വൃത്തികെട്ട ജന്തുക്കൾ വീഡിയോ ചെയ്ത് നടക്കുന്നത് പോണം. ഈ ഉത്തരം കിട്ടുന്ന ഇതേപോലെയുള്ള വിഷജന്തുക്കൾ വീഡിയോ ചെയ്ത് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിക്കാതിരുന്നപ്പോൾ ഇതേപോലത്തെ വിത്തുക്കൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ. അപ്പം കാണിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി എന്തൊക്കെ പറയായിരുന്നു, നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. അത്രയ്ക്ക് പണത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പോലും മോശമായിട്ട് പറയുന്ന വിത്താണ് ഈ ഉത്തരം കിട്ടുന്ന ചേച്ചി. ഉത്തരം കിട്ടുന്ന ചേച്ചിയല്ല, ഉത്തരം കിട്ടുന്ന തള്ള, അമ്മച്ചി, മുത്തശ്ശി കേട്ടോ. അപ്പോൾ ഈ വിത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെ കാണിക്കാണ്ട് നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. കാണിച്ചിട്ടുണ്ടായെങ്കിൽ ഈ വിത്ത് എന്തൊക്കെ പറയായിരുന്നു. എടി വിത്ത്, നിനക്കും ഉണ്ട് കുഞ്ഞുങ്ങൾ, നിൻ്റെ കുഞ്ഞുങ്ങളെ നാളെ ഒരാൾ പറയണം, അപ്പേ നിനക്ക് മനസ്സിലാവുള്ളടി ഇതിൻ്റെയൊക്കെ വിഷമവും ഇതിൻ്റെയൊക്കെ ആയോ എത്രത്തോളം ഉണ്ട് എന്ന്. നിനക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ട് എന്ന് നീ പറഞ്ഞല്ലോ. നീ അടുത്ത വീഡിയോ ചെയ്യടി എന്നെക്കുറിച്ചുള്ള, അതിനുള്ള മറുപടി വീഡിയോ ഞാൻ തരുന്നുണ്ട്. നീ വിചാരിച്ചോ പണ്ട് ഉടായിപ്പ് ജസ്ന എന്ന് പറഞ്ഞ് ഞാൻ തംബ്ലൈന് കൊടുത്ത്, ഈ ഉടായിപ്പ് ജസ്ന എന്ന് പറഞ്ഞ തംബ്ലൈൻ ഇനിയൊന്ന് നീ കൊടുക്ക്. അതിനുള്ള ഗഡ്സ് നിനക്കുണ്ടോയെന്നൊന്ന് ഞാൻ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ അതിനുള്ള തീർച്ചയായിട്ടും ഏതറ്റം വരെങ്കിലും ഞാൻ പോവും. ഉടായിപ്പ് കാണിക്കാൻ ഞാൻ നിൻ്റെ തന്തയുടെ അടുത്തേക്ക് വന്നിട്ടില്ല കേട്ടോ, നിൻ്റെ മമ്മിയുടെ അടുത്തേക്കും ഞാൻ വന്നിട്ടില്ല, ഇനി നിൻ്റെ കെട്ടിയോൻ്റെ അടുത്തേക്കും ഞാൻ വന്നിട്ടില്ല. കെട്ടിയോൻ എങ്ങോട്ടോ ഉപേക്ഷിച്ച് പോയൊരു ചങ്ങായിയാണ്, എന്നിട്ട് ബാംഗ്ലൂരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ ആരടുത്തേക്കും വന്നിട്ടില്ല. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് മാമു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഈ വാവിട്ട് അളക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജീവിച്ച് പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് മിണ്ടാതെ അത് കേസാക്കാതെ നിന്നപ്പോൾ പിന്നെയും തലയിൽ കയറിയിട്ട് ഇവളങ്ങോട്ട് കൊത്തുക. ഇവളെന്നെ വെല്ലുവിളിച്ചതാണ്, എന്നോട് പോയി കേസ് കൊടുത്തോളാൻ. അവൾക്കതൊരു വിഷയമല്ലോ അല്ലേ. ഒരു 10-14 വയസ്സുള്ള ഒരു കുട്ടീനെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ട് അത് അവൾക്ക് വിഷയമില്ലാന്ന്. അവൾക്ക് അത് ഭയങ്കര പ്രൗഡ് മൂമെൻ്റാണത്. ഏതായാലും അപ്പം നമുക്ക് നിയമത്തിൻ്റെ മുമ്പ് തന്നെ കാണാം. അപ്പോൾ എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ടെന്ന് ആൻറ്റി പറഞ്ഞതുകൊണ്ട് നല്ലതാ. ഇനി മുടി മുളിച്ച് വരുന്നുണ്ട്, തലയിൽ പേന്നറിയാതെ നോക്കണേ. ബോഡി ഷെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ടൗസർ കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ചാച്ചി പോയി കേസ് കൊടുക്കണേ. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ ചാച്ചിയെ. ഉത്തരം കിട്ടുന്ന ചേച്ചിയെ, എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടാറുണ്ട്. ഈ ജസ്ന പറയുന്നത് എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടാറില്ല എന്ന്. ഇപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വാട്ടോ. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ കേട്ടാ, ഉത്തരം കിട്ടുന്ന ആൻറ്റിയെ. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ ബൈ.